ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൺ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ വിഭവമായ കപ്പ പുഴുക്കാണ്. കപ്പ പുഴുക്കിലേക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, വൃത്തിയായി കഴുകിയെടുത്ത 1 കിലോ കപ്പയാണിത്. അത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിലേക്ക് ആവശ്യമായ വെള്ളം, 1 മുറി തേങ്ങ, ജീരകം, കറിവേപ്പില. ആദ്യം തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം. കപ്പയും വെള്ളവും ഒരേ ലെവൽ വരത്തക്ക വിധം ഒഴിക്കണം. അതിനുശേഷം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അടുത്തതായി കപ്പ പുഴുക്കിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 6 അല്ലി ചെറിയ ഉള്ളി. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കാം. കപ്പ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിലാണ് കേട്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് വിസിലുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. പിന്നെ നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്ന അരപ്പ്, 1 വറ്റൽമുളകും കറിവേപ്പിലയും. ഇനി നമുക്ക് പാൻ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അരപ്പ് തയ്യാറാക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. കൂടുതൽ അരച്ചെടുക്കാനും പാടില്ല. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കപ്പ ഇതിലേക്ക് മിക്സ് ചെയ്യാം. കപ്പ ഒന്ന് ഉടച്ച് ഇളക്കി കൊടുക്കാം. ആവി വരാൻ അല്പനേരം ഒന്ന് മൂടി വയ്ക്കാം. ഉപ്പ് പാകമാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്പം കുറവുണ്ട്. 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നല്ല ചൂടൻ കട്ടൻ ചായയോടൊപ്പം മീൻകറി കൂട്ടി കഴിക്കാവുന്ന നല്ല അടിപൊളി കപ്പ പുഴുക്കാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സജഷൻ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.